2014 നവംബർ 28 മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്ത. ഹ്യൂസ് ഒരു തീരാവേദന. പ്രായം വെറും 25. ക്രിക്കറ്റിൽ ഉദിച്ചതേയുള്ളൂ ഹ്യൂസ്. അസ്തമയം പക്ഷേ അതിവേഗമായി. 26 ടെസ്റ്റുകളിലാണ് ഹ്യൂസ് ഓസ്ട്രേലിയയ്ക്കായി പാടണിഞ്ഞത്. 3 സെഞ്ചുറികളും 7 അർദ്ധ സെഞ്ചുറികളും. 32.65 ശരാശരിയിൽ 1535 റൺസ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ജോഹാനസ്ബർഗിൽ 2009 ഫെബ്രുവരി 26 അരങ്ങേറ്റം. ഏകദിനത്തിൽ അരങ്ങേറിയത് കഴിഞ്ഞ വർഷം ജനുവരി 11. ശ്രീലങ്കയ്ക്കെതിരെ 112 റൺസെടുത്ത് അരങ്ങേറ്റ ഏകദിന സെഞ്ചുറി നേടിയ ആദ്യ ഓസീസ് താരമായ ഹ്യൂസ് അന്ന് മാൻ ഓഫ് ദ മാച്ചുമായി 25 ഏകദിനങ്ങളിലാണ് കളിച്ചത്. സിഡ്നി സെന്റ് വിൻസെന്റ് ആശുപത്രി കഴിഞ്ഞ 2 ദിവസമായി ലോകത്തിന്റെ കണ്ണും കാതും അവിടേക്കായിരുന്നു. പ്രതീക്ഷകളെ മുഴുവൻ കണ്ണീരിൽ നയിച്ച് ഇന്നലെ ആ വേദനാഭരിതമായ അറിയിപ്പെത്തി. അല്പനേരം മുമ്പ് ഫിലിപ്പ് ഹ്യൂസ് നിര്യാതനായെന്ന വാർത്ത നിങ്ങളെ അറിയിക്കുവാനുള്ള ദുഃഖകരമായ ചുമതല എന്റേതാണ്. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ടീം ടോപ്റ്റർ പീറ്റർ ബ്രൂക്നർ ആയിരുന്നു വാർത്ത ലോകത്തെ അറിയിച്ചത്. പ്രാർത്ഥനകളോടെ നിന്നവർ വിതുമ്പിപ്പോയി. 25 വയസ്സിൽ ക്രിക്കറ്റ് എന്ന സ്വപ്നം പാതി വഴിയിലാക്കി പൊലിഞ്ഞ നക്ഷത്രത്തെ ഓർത്ത് അവർ കണ്ണീരൊഴുകി. ക്രിക്കറ്റ് പിച്ചിന്റെ ആരവങ്ങൾക്ക് നടുവിൽ ബൗൺസറിന്റെ രൂപത്തിലെത്തിയ മരണം പിടിച്ചെടുത്ത തങ്ങളുടെ കൂട്ടുകാരനെ ഓർത്ത് വീണ്ടും വീണ്ടും കരയുകയായിരുന്നു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്കും കൂട്ടുകാരും. ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഹ്യൂസിനോടുള്ള സ്നേഹാദരങ്ങൾ മുഴുവൻ പ്രകടമാക്കിയാണ് അനുശോചനമറിയിച്ചത്. ഹ്യൂസിന്റെ മാതാപിതാക്കളായ ഗ്രെഗിൻ, വിർജീനിയ, സഹോദരങ്ങളായ മെഗാൻ, ജേസൺ എന്നിവരോട് അനുശോചനമറിയിച്ച മൈക്കൽ ക്ലാർക്ക് ഈ വേദന അതിജീവിക്കാനുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഹ്യൂസിന്റെ കുടുംബത്തിന്റെ സന്ദേശവും ക്ലാർക്ക് വായിച്ചു. മകൻ, സഹോദരൻ എന്നീ നിലകളിലെല്ലാം പ്രിയപ്പെട്ടവനായ ഹ്യൂസിന്റെ വിയോഗത്തിന്റെ തകർച്ചയിലാണ് ഞങ്ങൾ. ഇനിയുള്ളത് കഠിന ദിനങ്ങളാണ്. എല്ലാവരും തന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ഹ്യൂസിന്റെ ജീവിതമായിരുന്നു ക്രിക്കറ്റ്. കുടുംബമെന്ന നിലയിൽ ഞങ്ങളും അവന്റെ ക്രിക്കറ്റ് സ്നേഹത്തിൽ പങ്കുചേർന്നു. ഫിലിപ്പ്, ഞങ്ങൾ നിന്നെ ഏറെ സ്നേഹിക്കുന്നു. ഹ്യൂസിന്റെ മരണത്തിൽ ക്രിക്കറ്റ് ലോകം അനുശോചനത്തിന്റെ വാടാമലരുകൾ അർപ്പിച്ചു. ദുരന്തം എന്ന വാക്ക് എപ്പോഴും ആവർത്തിക്കപ്പെടുന്നതാണ്. ഹ്യൂസിന്റേത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്തമാണ്. ഏറെ ചെറുപ്പത്തിലാണ് ഹ്യൂസിനെ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. ക്രിക്കറ്റ് ഓസ്ട്രേലിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെയിംസ് സുദർലാൻഡ് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. കളത്തിലെ യഥാർത്ഥമാന്യനായിരുന്ന ഹ്യൂസിന്റെ വിയോഗത്തിൽ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി BCCI രേഖപ്പെടുത്തി. ക്രിക്കറ്റിന്റെ ദുഃഖഭരിത ദിനമാണിതെന്നും ഹ്യൂസിന്റെ കുടുംബത്തോടും കൂട്ടുകാരോടും വേദന അറിയിക്കുന്നതായും സച്ചിൻ തെണ്ടുൽക്കർ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താൽക്കാലിക ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ദുരന്തവാർത്തയിലെ നടുക്കം പങ്കുവച്ചു. രോഹിത് ശർമ്മയാകട്ടെ ഹ്യൂസിന്റെ മരണകാരണമായ പന്തെറിഞ്ഞ സീൻ ആബട്ടിന്റെ മനോവ്യതയോടും കൂട്ടുചേർന്നു. ക്രിക്കറ്റിന്റെ കറുത്ത ദിനമാണിതെന്ന് യുവരാജ് സിംഗ് അനുസ്മരിച്ചു. ഓസീസ് കോച്ച് ഡാരൻ ലേമാൻ, മുൻ ക്യാപ്റ്റൻ ആദം ഗിൽക്രിസ്റ്റ്, ഗ്ലെൻ മക്ഗ്രോ, മാത്യു ഹെയ്ഡൻ എന്നിവരൊക്കെയും സങ്കടഭരിതമായ വരികൾ ഹ്യൂസിനായി എഴുതി. ലോകമെമ്പാടുമുള്ള പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളെല്ലാം ഹ്യൂസിന്റെ ദുരന്തത്തിൽ അനുശോചനമറിയിക്കുകയും കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. ബാറ്റ്സ്മാന്റെ വിധി. ക്രിക്കറ്റ് കളിക്കിടെ കണ്ണിന് പരിക്കേറ്റ സംവിധായകൻ പ്രിയദർശൻ പ്രതികരിക്കുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്രതിഭ ഫിൽ ഹ്യൂസിന്റെ വേർപാടിനെ വിധി എന്നല്ലാതെ ഒന്നും പറയാനാകില്ല. ബൗൺസർ എറിയുന്നത് ക്രിക്കറ്റിൽ അനുവദനീയമാണ്. അത് ഹ്യൂസിന്റെ തലയിൽ കൊള്ളുന്നത് കൊണ്ടാൽ കളി അറിയാവുന്ന ആരും അന്തം വിട്ടുപോകും. പരിചയസമ്പന്നനല്ലാത്തൊരു കളിക്കാരന് ഇത് സംഭവിക്കാം. എന്നാൽ ഹ്യൂസ് വളരെ പരിചയസമ്പന്നനാണ്. മാത്രമല്ല പ്രാദേശിക ക്രിക്കറ്റിലെ കടുത്ത കളി നേരിട്ട് പരിചയമുള്ള ആളുമാണ്. നാരി കോൺട്രാക്ടർക്ക് പന്ത് കൊണ്ടതും നവാബ് പട്ടോടിക്ക് കാർ അപകടത്തിൽ കണ്ണിന് പരിക്കേറ്റതും ബാറ്റിൽ കൊണ്ട പന്ത് തട്ടി രമൺ ലംബ മരിച്ചതുമെല്ലാം ഒരുപോലെയേ കാണാനാവൂ. ക്രിക്കറ്റിനെയോ കളിക്കാരെയോ ഇതിൽ പഴിചാരാനാകില്ല. കളിയിൽ ബൗൺസർ എന്നറിയുന്ന ഞാൻ എതിരാണ്. ബ്രാഡ്മാൻ എന്ന ബാറ്റ്സ്മാനെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന മാരകമായ പന്താണിത്. ഇതിന് നിയന്ത്രണം കൊണ്ടുവരാമെങ്കിൽ അത് നല്ല കാര്യമാണ്. ഹെൽമറ്റ് ധരിച്ചിട്ട് പോലും അപകടമുണ്ടായി എന്നത് ക്രിക്കറ്റ് ഉപകരണ ഗവേഷകരെ പോലെ കൂടുതൽ മികച്ച ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. തിരുവനന്തപുരം A ഡിവിഷൻ ലീഗിൽ SBIക്ക് വേണ്ടി കളിക്കുമ്പോൾ എന്റെ കണ്ണിന് ഏറ് കിട്ടിയിട്ടുണ്ട്. അന്ന് പിച്ചില്ല, കയർമെത്ത വിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറുകൊണ്ട് വീണ എന്നെ പിന്നീട് അച്ഛൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്ന് കണ്ണിനുണ്ടായ മുറിവിന്റെ പാട് ഇന്നും എന്റെ കൂടെയുണ്ട്. കാഴ്ചയിലും ചെറിയ കുഴപ്പമുണ്ടായിരുന്നു.
അന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ബോളറുടെ വേദന. ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഫിൽ ഹ്യൂസിനുണ്ടായ ദുരന്തം പോലെ അദ്ദേഹത്തിന് നേരെ ബോൾ ചെയ്ത ബോളറുടെ കളി ജീവിതത്തിലും ഇതൊരു വലിയ ദുരന്തം തന്നെയാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു ജീവൻ പൊലിയാൻ കാരണമാവുക എന്നത് എത്ര ആക്രമണകാരികളായ ബൗളറാണെങ്കിലും ഒരു സാഹചര്യത്തിലും സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്തതാണ്. ബൗൺസർ ഒരു പേസ് ബോളറുടെ കയ്യിലെ മികച്ച ആയുധങ്ങളിൽ ഒന്നാണ്. വിക്കറ്റ് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. പ്രത്യേകിച്ചും എല്ലാ ബോളിലും ബോളർ റൺ നേടാൻ ശ്രമിക്കുന്ന പരിമിത ഓവർ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാന് നേരെ കുത്തിപ്പൊക്കിയുള്ള ബോൾ എറിയുമ്പോൾ രണ്ടാണ് ഗെയിം പ്ലാൻ. ബാറ്റ്സ്മാൻ ഹുക്ക് ഷോട്ടോ പുൾ ഷോട്ടോ കളിച്ച് പിഴച്ചാൽ ഫൈൻ ലെഗിലോ ഷോർട്ട് ലെഗിലോ ക്യാച്ച് തരാനുള്ള സാധ്യത ഏറെയാണ്. അതിനായി ഫീൽഡ് ഒരുക്കിയാവും ബൗൺസർ എറിയുക. ഇനി ഒഴിഞ്ഞു മാറിയാൽ തന്നെ അതൊരു വിരട്ടലാണ്. അതിൽ ഏകാഗ്രത നഷ്ടപ്പെടുത്തി അടുത്ത മികച്ച ബോളിലൂടെ വീഴ്ത്തുക എന്നതാണ് രണ്ടാമത്തെ ഗെയിം പ്ലാൻ. പക്ഷേ ബൗൺസർ ബാറ്റ്സ്മാൻ എങ്ങനെ കളിക്കും എന്നത് ബോളർക്ക് പറയാനാവില്ല. അങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കാനേ ആവൂ. അത് ഒരു ബാറ്റ്സ്മാന്റെ സാങ്കേതിക മികവ് അനുസരിച്ചിരിക്കും. ഹ്യൂസിന്റെ കാര്യത്തിൽ ഹെൽമെറ്റിനിടയിലൂടെ തലയ്ക്ക് പിന്നിൽ ബോൾ കൊണ്ട് വീഴുകയായിരുന്നു. അത് അപൂർണമായി സംഭവിക്കുന്നതാണ്. ഏറെ നിർഭാഗ്യകരവും. ജീവിക്കുന്ന രക്തസാക്ഷി. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ 1962 ബാർബഡോസിനെതിരെ നടന്ന മത്സരത്തിലാണ് ഇന്ത്യൻ നായകൻ കൂടിയായ നരീജെ കോൺട്രാക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. 3-ാം ടെസ്റ്റിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിലാണ് സംഭവം. ഹെൽമെറ്റ് ഇല്ലാതിരുന്ന കാലം. ഒരു ഓവറിൽ ബൗൺസറുടെ എണ്ണത്തിന് പരിധിയില്ലായിരുന്നു. ബീമറുകൾക്കും വിലക്കില്ലായിരുന്നു. ബ്രിഡ്ജ് ടൗൺ കെൻസിംഗ്ടൺ ഓവലായിരുന്നു വേദി. ചാർലി ഗിഫ്റ്റിന്റെ ഷോർട്ട് ഡെലിവറി ഇടത് കൈയിൽ ബാറ്റ്സ്മാനായ കോൺട്രാക്ടറുടെ വലത് ചെവിയുടെ അടുത്തായി പതിച്ചു. തലയോട്ടിയിൽ മാരകമായ പരിക്കേറ്റ് മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര വാർന്ന കോൺട്രാക്ടറെ ഉടൻ ആശുപത്രിയിലെത്തിച്ച് 2 അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കി. അന്നത്തെ വിൻഡീസ് നായകൻ സർ ഫ്രാങ്ക് വോറൽ, ഇന്ത്യൻ താരങ്ങളായ പോളി ഉംരിഗർ, ബാബു നത്കർണി, ചന്തു ബോർഡെ എന്നിവർ അന്ന് രക്തം നൽകിയത് ഏറെ പ്രശംസിക്കപ്പെട്ടു. 6 ദിവസത്തോളം ബോധരഹിതനായി കിടന്ന അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയർ അതോടെ അവസാനിച്ചു. ഓഡിയോ ലൈബ്രറി എന്ന എളിയ ഈ ശ്രമത്തെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 9447843740. ഓർക്കുക, നമ്പർ ഒരിക്കൽ കൂടി 9447843740.